ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നത് സിബി സാറാണ്, ദേവദൂതൻ. വളരെയധികം സന്തോഷത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലേട്ടൻ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത്. അതൊരു എനിക്കറിയില്ല, ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത സന്തോഷമൊക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ്. ദേവദൂതൻ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ജേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ്. കാരണം കേൾപ്പിച്ചാൽ ഒരു സോങ്, അങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുക, ദാസേട്ടൻ്റെ ശബ്ദത്തിൽ വേദപുരം സാറിൻ്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടൊരു അനുഭവം, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ആ സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് NS തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ്. അപ്പം അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത്. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവന എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, നിങ്ങൾ കേട്ടൊരു സോങ്ങാണ്. അതിനകത്ത് കരളേന്ന് കേൾപ്പിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും. അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത്, ഇപ്പോൾ ശ്രീ സാർ പേര് പറഞ്ഞല്ലോ, അദ്ദേഹം അതിഗംഭീരമായിട്ടാണ്. ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് വന്നൊരു മൊമെന്റാണ്. അത് വീണ്ടും തിയേറ്ററിൽ 4K വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ റീ റിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ, സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമ. സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളൊരു തെളിവാണ് ദേവദൂതൻ. കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത്. ആ വിജയത്തിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരിക്കലും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുമെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്.